ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പപ്പടം. എനിക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. പച്ചച്ചക്കയാണ്. പഴുത്തക്ക കൊണ്ടും ഇടാം, പച്ചച്ചക്ക കൊണ്ടുള്ള പപ്പടമാണ്. നമുക്കത് വേനൽക്കാലത്ത് ഇട്ട് വെച്ചാൽ വർഷകാലത്ത് ഉപയോഗിക്കാൻ നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിതുപോലെ 2 ചക്ക കിട്ടിയിട്ടുണ്ട്. അത് വെട്ടിപ്പറിച്ചാൽ ചുളയെടുത്ത് പപ്പടമാക്കാം. അപ്പോൾ ഇതെല്ലാം ചുള എടുത്തു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് വേവിക്കണം. ഇതുപോലെ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവിയിലോട്ട് വേവിക്കാം. പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വേവും. മിനിറ്റ് കഴിഞ്ഞെടുക്കാം. വെന്തോ നോക്കാം. നല്ല വൃത്തിയായിട്ട് വെന്തു. നമുക്കിതിങ്ങി എടുക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഗ്രൈൻഡറിൽ അരച്ചാലും മതി. ഞാൻ മിക്സിയിൽ അരച്ചെന്നുള്ളതേ ഉള്ളൂ. ഗ്രൈൻഡറിലാണ് നമുക്ക് ഒന്നിച്ചരച്ചിങ്ങെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഉരുളകളാക്കി ഉരുട്ടി വെക്കണം. പരത്തുന്നതിന് മുമ്പ് എല്ലാം ഉരുട്ടി വെച്ചാൽ പരത്തി എടുക്കാൻ എളുപ്പമാണ്. ഓരോന്ന് വീതം ഉരുട്ടുന്നതിൽ എളുപ്പമാണ് ഒന്നിച്ചെല്ലാം കൂടെ ഉരുട്ടി വെച്ചാൽ. ഇപ്പം ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്ക് പരത്തി വെയിലത്തിടണം. അതൊരു പായയിലോ പ്ലാസ്റ്റിക്കിലോ എന്തിലായാലും മതി. ഒട്ടും ബലം പ്രയോഗിക്കാതെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം.
ഇത് പായലോട്ടിടണം. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ പപ്പടം എല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നേരത്തെ ഇട്ടതൊക്കെ ഞാൻ തിരിച്ചിട്ട് വെയിലത്തിട്ടിരിക്കുക. ഇന്നാകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങും. ഇപ്പോഴത്തെ വെയിലിന് ഇത് ഉണങ്ങും. നേരത്തെ ഇട്ടത് തിരിച്ചിട്ടു. ഇനി അത് 2 ദിവസം ഉണങ്ങിയാൽ നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പം നമ്മുടെ 4 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ പപ്പടമൊക്കെ നല്ല വൃത്തിയായിട്ട് ഒരു സൈഡ് നല്ലതായിട്ട് ഉണങ്ങി. ഇനി ഇതൊക്കെ നമുക്ക് തിരിച്ചിങ്ങനെ ഇടണം. അകത്തോട്ടെടുത്ത് വെച്ചിട്ട് തിരിച്ചിട്ടാലും മതി. 4 മണി ആകുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഉണങ്ങും. നമുക്കിതൊക്കെ തിരിച്ചിടാം. ഈസിയായിട്ട് ഇനി പോരും. ഇനി നാളെ കൂടെ ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല പപ്പടമായിട്ട് കിട്ടും. കഴിഞ്ഞ ദിവസം ഇട്ടതെല്ലാം നല്ല വൃത്തിയായിട്ട് ഉണങ്ങി. ആദ്യം ഇട്ടതൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ട് ഇന്നിട്ട് നാളെ കൊണ്ട് ഉണങ്ങി തീരും. ഒരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10-300 പപ്പടം ഇടാം. ഇപ്പം നമ്മുടെ പപ്പടം എല്ലാം നല്ല കറുകറാന്ന് ഉണങ്ങി. ഞാനെല്ലാം വെയിലത്തൂന്നെടുത്തു. നമ്മുടെ ചക്കപ്പപ്പടം റെഡിയായി. കണ്ടോ? ഇത് കാച്ചി കഴിക്കണം. വർഷകാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കണ്ടോ? നല്ല കറുകറാന്ന് ഉണങ്ങി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.